സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ട്രംപിന്റെ വാക്കുകേട്ട് ഇറാനെതിരെ നീക്കം നടത്തിയ UAE കുരുക്കിലായി. UAEയുടെ എണ്ണ വിൽപ്പന പൂട്ടാൻ പുതിയ നീക്കവുമായി ഇറാൻ രംഗത്തെത്തി. തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള സമുദ്രമേഖല വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇറാന്റെ തന്ത്രപ്രധാനമായ പുതിയ നീക്കം. ഇതിന് നിശബ്ദ പിന്തുണയുമായി സൗദിയും ഒപ്പമുണ്ട്. സത്യത്തിൽ എങ്ങനെയെങ്കിലും ഹോർമൂസ് പിടിക്കാനുള്ള ട്രംപിന്റെ കുതന്ത്രത്തിന് കരുവാക്കപ്പെട്ടതാണ് UAE. ഇറാന്റെ പുതിയ നീക്കം UAEക്ക് വൻ തിരിച്ചടിയാണ് എന്ന് തന്നെ പറയാം. തിങ്കളാഴ്ച ഹോർമൂസ് കടക്കാൻ നോക്കിയ UAE എണ്ണക്കപ്പലുകൾക്ക് നേരെ ഇറാൻ കനത്ത ആക്രമണമാണ് നടത്തിയത്. ഇവയ്ക്ക് എസ്കോർട്ട് വന്ന അമേരിക്കൻ കപ്പലുകളെയും ഇറാൻ ആക്രമിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് UAE കുഴപ്പിക്കുന്ന പുതിയ നീക്കവുമായി ഇറാൻ രംഗത്തെത്തിയിട്ടുള്ളത്. ഇതിനിടെ നയതന്ത്ര പിന്തുണ ഉറപ്പാക്കാൻ ചർച്ചകളും തുടരുകയാണ് ഇറാൻ. ചൈനയുമായുള്ള നിർണായക ചർച്ചകൾക്കായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ബീജിംഗിലെത്തി. പശ്ചിമേഷ്യൻ വിഷയത്തിൽ റഷ്യയ്ക്ക് പിന്നാലെ ചൈനയുടെ ശക്തമായ പിന്തുണ ഉറപ്പാക്കുകയാണ് അരാഗ്ചിയുടെ ലക്ഷ്യം. ഹോർമൂസ് കടലിടുക്കിൽ UAE കപ്പലുകളുടെ നീക്കത്തെ അമേരിക്കയുടെ സൈനിക സാഹസികത എന്നാണ് അരാഗ്ചി വിശേഷിപ്പിച്ചത്. എന്തായാലും UAE വെച്ചുള്ള കുതന്ത്രം ഇറാൻ പരാജയപ്പെടുത്തിയതോടെയും അമേരിക്കൻ കപ്പലുകളെ ഇറാൻ ആക്രമിച്ചതോടെയും പുതിയ ഭീഷണിയുമായി ട്രംപ് രംഗത്ത് വന്നിട്ടുണ്ട്. ഇറാനെ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. എന്നാൽ ട്രംപ് എന്ത് നീക്കം നടത്തിയാലും അപകടകരമായ പ്രത്യാഘാതം തിരിച്ചുണ്ടാകുമെന്നാണ് ഇറാന്റെ മറുപടി. ഫലത്തിൽ സംഘർഷത്തിലെ ദുർബലമായ വെടിനിർത്തലിന്റെയും ചർച്ചയുടെയും ഭാവി കൂടുതൽ അവതാളത്തിലായിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. പശ്ചിമേഷ്യയിലെ പുതിയ സാഹചര്യങ്ങളെ വിലയിരുത്തുകയാണ് ഈ വീഡിയോയിലൂടെ. ആദ്യം ഇറാൻ UAEക്ക് നൽകിയ തിരിച്ചടി പരിശോധിക്കാം. അതിനുശേഷം UAE പൂട്ടാൻ ഇറാൻ നടത്തുന്ന പുതിയ നീക്കം എന്താണെന്ന് നോക്കാം. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിനായി അമേരിക്ക കരുനീക്കം തുടങ്ങിയതിന്റെ ഭാഗമായിട്ടാണ് UAE മുന്നിൽ നിർത്തിയുള്ള പുതിയ കളി ട്രംപ് തുടങ്ങിയത്. പ്രോജക്റ്റ് ഫ്രീഡം എന്നാണ് ഈ ദൗത്യത്തിന് ട്രംപ് ഇട്ടിരിക്കുന്ന പേര്. ഹോർമൂസിലൂടെ സുരക്ഷിതമായ കപ്പൽ യാത്ര യാഥാർത്ഥ്യമാക്കുകയാണ് പ്രോജക്റ്റ് ഫ്രീഡം എന്നാണ് ട്രംപ് പറയുന്നത്. ഇതിനെതിരെ ശക്തമായ തിരിച്ചടിയാണ് ഇറാൻ നടത്തിയത്. അമേരിക്കൻ നേവിയുടെ എസ്കോർട്ടോടെ ഹോർമൂസ് കടക്കാൻ നോക്കിയ UAE എണ്ണക്കപ്പലുകൾക്ക് നേരെ 12 ബാലിസ്റ്റിക് മിസൈലുകളും 3 ക്രൂയിസ് മിസൈലുകളും 4 ഡ്രോണുകളും ഉപയോഗിച്ചാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ ഫുജേറയിലെ എണ്ണ സംഭരണ കേന്ദ്രത്തിന് സമീപം തീപിടുത്തവുമുണ്ടായി. UAE തീരത്ത് 2 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതായി ബ്രിട്ടീഷ് മാരിടൈം സെക്യൂരിറ്റി ഏജൻസിയായ UKMTO തിങ്കളാഴ്ച റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. തങ്ങളുടെ ഒരു ഒഴിഞ്ഞ എണ്ണക്കപ്പലിൽ ഇറാനിയൻ ഡ്രോണുകൾ പതിച്ചതായി എമിറാത്തി എണ്ണ കമ്പനിയായ അഡ്നോക്ക് അറിയിക്കുകയും ചെയ്തു. ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് UAE എണ്ണക്കപ്പലായ MV ബരാഖാക്ക് മറ്റ് കപ്പലുകൾക്കും യാത്ര അവസാനിപ്പിച്ച് തിരിച്ചു പോകേണ്ടി വന്നു. കപ്പലിലുണ്ടായിരുന്ന 5 ഇന്ത്യൻ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ സുരക്ഷിതരാണ് എന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം 2 അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ കനത്ത വെടിവെപ്പിനിടയിലും ഹോർമൂസ് കടലിടുക്ക് വിജയകരമായി കടന്നുവെന്നാണ് അമേരിക്കൻ നേവി അവകാശപ്പെടുന്നത്. എന്നാൽ ഇറാൻ ഇത് നിഷേധിക്കുകയാണ്. കടലിടുക്കിന് സമീപത്ത് എത്തിയ അമേരിക്കൻ യുദ്ധക്കപ്പലിനെ വെടിവെച്ച് തിരിച്ചോടിച്ചു എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഇത് മുന്നറിയിപ്പ് വെടിയുണ്ടകൾ മാത്രമായിരുന്നു എന്നാണ് ഇറാൻ ഉദ്യോഗസ്ഥർ പിന്നീട് വിശദീകരിച്ചത്. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനായി അമേരിക്ക നിയമവിരുദ്ധമായി പാതയൊരുക്കാൻ ശ്രമിക്കുന്നത് സമുദ്ര സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും ഇതിന്റെ ഉത്തരവാദിത്തം അമേരിക്കയ്ക്ക് മാത്രമാണ് എന്നുമാണ് ഇറാന്റെ മുന്നറിയിപ്പ്. UAE ഇസ്രയേലിനോടോ അമേരിക്കയോടോ ചേർന്ന് നിൽക്കുന്നത് അവസാനിപ്പിച്ചില്ല എങ്കിൽ ഇനിയും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ഇറാൻ വിപ്ലവ സേന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനൊപ്പം UAEയുടെ എണ്ണ വിൽപ്പനയ്ക്ക് പൂട്ടിടാൻ പുതിയ തന്ത്രം പ്രയോഗിക്കുകയാണ് ഇറാൻ. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. UAEയുടെ മേഖലകൾ കൂടി ഉൾപ്പെടുത്തിയ പുതിയ സമുദ്ര നിയന്ത്രണ ഭൂപടം പുറത്തുവിട്ടിരിക്കുകയാണ് ഇറാൻ. പുതിയ ഭൂപടം പ്രകാരം ഇറാന്റെ നിയന്ത്രണ മേഖല പടിഞ്ഞാറ് ഭാഗത്ത് ഖേഷം ദ്വീപിനും UAEയിലെ ഉമ്മുൽ ഖുവൈനും ഇടയിലുള്ള രേഖ മുതൽ കിഴക്ക് ഭാഗത്ത് കുവൈ മുബാറക്കിനും UAEയിലെ ഫുജേറയ്ക്കും ഇടയിലുള്ള രേഖ വരെ നീളുന്നു. അതായത് UAEയുടെ സമുദ്ര അതിർത്തികളും ഫുജേറ ഉൾപ്പെടെയുള്ള പ്രധാന തീരപ്രദേശങ്ങളും തങ്ങളുടെ സമുദ്ര നിയന്ത്രണ മേഖലയുടെ ഭാഗമാണ് എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഈ മേഖലയിലൂടെ കടന്നുപോകുന്ന എല്ലാ വാണിജ്യ കപ്പലുകളും ഇറാന്റെ അനുമതി തേടണമെന്നാണ് ഇറാന്റെ പുതിയ നിർദ്ദേശം. ഇല്ലെങ്കിൽ കപ്പലുകൾക്കെതിരെ ബലപ്രയോഗം നടത്തുമെന്നും കപ്പലുകൾ പിടിച്ചെടുക്കുമെന്നും ഇറാൻ വിപ്ലവ സേന മുന്നറിയിപ്പ് നൽകുന്നു. ട്രംപിന്റെ വാക്ക് കേട്ട് പുതിയ നീക്കത്തിനിറങ്ങിയ UAE സത്യത്തിൽ കുടുങ്ങിയിരിക്കുന്നത് ഇവിടെയാണ്. ഇറാൻ യുദ്ധം തുടങ്ങിയത് മുതൽ ഹോർമൂസ് കടലിടുക്ക് ഒഴിവാക്കാൻ UAE ആശ്രയിക്കുന്ന തുറമുഖങ്ങളായ ഫുജേറയും ഖോർഫക്കാനും പുതിയ ഇറാൻ നിയന്ത്രണ ഭൂപടത്തിൽ ഉണ്ട്. ഈ തുറമുഖങ്ങളിലേക്കുള്ള കപ്പൽ പ്രവേശനം നിയന്ത്രിക്കാൻ ഇറാന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇറാൻ വിപ്ലവ സേന ഈ തുറമുഖങ്ങളിലേക്കുള്ള കപ്പൽ പ്രവേശനം തടഞ്ഞാൽ അത് UAEയുടെ സമുദ്രമാർഗം പൂർണ്ണമായും വളയുന്നതിന് തുല്യമാണ് എന്ന് തന്നെ പറയാം. ഹോർമൂസ് കടലിടുക്കിനെ ആശ്രയിക്കാതെ ഒമാൻ ഉൾക്കടലിലേക്ക് നേരിട്ട് എണ്ണ എത്തിക്കാൻ UAEക്ക്
ഹബ്ഷാൻ ഫുജേറ പൈപ്പ് ലൈൻ ഉണ്ട്. ഇതിലൂടെ പ്രതിദിനം 1.5 ദശലക്ഷം ബാരൽ എണ്ണ UAEക്ക് കയറ്റുമതി ചെയ്യാം. പക്ഷേ ഇറാന്റെ പുതിയ ഭൂപടത്തിൽ ഫുജേറയും ഉൾപ്പെട്ടതുകൊണ്ട് ഈ പാതയും ഭീഷണിയിലാണ്. ഷിപ്പിംഗ് കമ്പനികൾ ആ മേഖലയിലേക്ക് വരാൻ ഭയപ്പെടുന്നത് UAEയുടെ വ്യാപാരത്തെ, എണ്ണ വ്യാപാരത്തെ സാരമായി ബാധിക്കുമെന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. എന്തായാലും ഒപ്പക്കിൽ നിന്ന് മാറി നിന്ന് വൻതോതിൽ എണ്ണ വിൽപ്പനയ്ക്ക് ഒരുങ്ങുന്ന UAEക്ക് ഇറാന്റെ പുതിയ നീക്കം കനത്ത തിരിച്ചടിയാണ് എന്ന് തന്നെ പറയാം. ഈ നീക്കത്തെ വഞ്ചനാപരമായ കടന്നാക്രമണം എന്നാണ് UAE വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതായത് ഇറാന്റെ ഭൂപടത്തിലേക്ക് UAEയുടെ തുറമുഖങ്ങൾ കൂടി ഉൾപ്പെടുത്തിയ നീക്കം വഞ്ചനാപരമായ കടന്നാക്രമണം എന്നാണ് UAE വിശേഷിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ UAE ചെയ്ത ചതിക്ക് ഞങ്ങൾ തിരിച്ചടിയാണ് നൽകിയത് എന്നാണ് ഇറാൻ അതിന് തിരിച്ചു മറുപടി നൽകുന്നത്. ഇറാന്റെ UAE ആക്രമണത്തെ സൗദി അപലപിച്ചിട്ടുണ്ട്. ഇറാന്റെ പുതിയ നീക്കത്തിന് പിന്നിൽ പക്ഷേ സൗദിയുടെ ഇടപെടൽ ഉണ്ടെന്നുള്ള ചില സൂചനകളും പുറത്തു വരികയാണ്. അതായത് ഒരു ഭാഗത്ത് സൗദി അപലപിക്കുന്നു, മറുഭാഗത്ത് ഇറാന്റെ നീക്കത്തിന് പിന്തുണ നൽകുന്ന സാഹചര്യം. അതായത് ഒപ്പക്കിൽ നിന്ന് പുറത്തു ചാടിയ UAEക്ക് ഇതുവഴിയും സൗദി പണി കൊടുക്കുകയാണ് എന്നാണ് ചില നയതന്ത്രജ്ഞർ സംശയിക്കുന്നത്. അമേരിക്കയെ പ്രീതിപ്പെടുത്താൻ UAE നടത്തുന്ന നീക്കങ്ങളിൽ മറ്റ് GCC രാജ്യങ്ങൾക്കും കടുത്ത അതൃപ്തി ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും അമേരിക്കയുടെ സുരക്ഷാ ഉറപ്പിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോഴും ഇറാൻ ഉയർത്തുന്ന പുതിയ ഭീഷണി തങ്ങളുടെ സുരക്ഷയെയും സാമ്പത്തിക താൽപ്പര്യങ്ങളെയും അപകടത്തിലാക്കുമോ എന്ന ആശങ്കയാണ് UAE ഉദ്യോഗസ്ഥർ തന്നെ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. എന്നാലും ട്രംപ് ഉണ്ടാക്കിത്തന്ന കുരുക്കിൽ നിന്ന് ചൈന തങ്ങളെ രക്ഷിക്കുമെന്നാണ് ഇപ്പോൾ UAE വിചാരിക്കുന്നത്. UAEയിൽ നിന്ന് വൻതോതിൽ എണ്ണ വാങ്ങുന്ന രാജ്യമാണ് ചൈന. അതുകൊണ്ട് തന്നെ UAE എണ്ണ വിതരണം തടസ്സപ്പെടുന്നതിൽ നിന്ന് ചൈന ഇറാനെ, അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്നതിൽ നിന്ന് ചൈന ഇറാനെ പിന്തിരിപ്പിക്കുമെന്നാണ് UAE ഇപ്പോൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ ചൈനീസ് സന്ദർശനത്തെ UAE വളരെ ശ്രദ്ധയോടെയാണ് വീക്ഷിക്കുന്നത്, നോക്കിക്കാണുന്നത്. അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകൾ പൂർണ്ണമായും നിലച്ച സാഹചര്യത്തിലും ഹോർമൂസിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പുതിയ സംഘർഷം ഉടലെടുക്കുന്ന സാഹചര്യത്തിലും റഷ്യയ്ക്കൊപ്പം ചൈനയുടെയും കരുത്തുറ്റ നയതന്ത്ര രാഷ്ട്രീയ പിന്തുണ ഉറപ്പാക്കുക എന്നതാണ് അരാക്ചിയുടെ ചൈനീസ് സന്ദർശനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ട്രംപിൻ്റെ ചൈനീസ് സന്ദർശനത്തിന് തൊട്ടു മുമ്പായാണ് അരാക്ചി ചൈനയിലേക്ക് എത്തുന്നത് എന്നതും പ്രാധാന്യം കൂട്ടുന്നു. അടുത്തയാഴ്ചയാണ് ട്രംപ് ചൈനയിലെത്തുന്നത്. ട്രംപുമായുള്ള ചർച്ചയിൽ ചൈന ഇറാന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കണമെന്നും അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങരുത് എന്നും അഭ്യർത്ഥിക്കുകയാണ് അരാക്ചിയുടെ പ്രധാന അജണ്ട. ചൈന 90% ഇറാനിയൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഹോർമൂസ് വഴി ആയതുകൊണ്ട് തന്നെ ഈ പാത ചൈനയ്ക്കും വളരെ പ്രത്യേക താൽപ്പര്യമുള്ള പാതയാണ്. അമേരിക്കയുമായുള്ള ചർച്ചകളിൽ തങ്ങൾക്ക് ഒട്ടും വിശ്വാസമില്ല എന്നും നിലവിലെ സാഹചര്യത്തിൽ അവരുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് സാധ്യതയില്ല എന്നും അരാക്ചി ചൈനയിലെത്തി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചൈനയുടെ ഇടപെടലിൽ ഇറാന് മുൻതൂക്കമുള്ള സമാധാന കരാർ സാധ്യമാകുമോ എന്നതും അരാക്ചിയുടെ ചൈനീസ് സന്ദർശനത്തിൻ്റെ രഹസ്യ അജണ്ടയാണ് എന്ന് പറയപ്പെടുന്നു. പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ മധ്യസ്ഥതാ ശ്രമത്തെ ചൈനയും പിന്തുണയ്ക്കുന്നുണ്ട്. ഒപ്പം റഷ്യയിൽ നിന്ന് ലഭിക്കുന്നത് പോലെയുള്ള പ്രതിരോധ സഹായം ചൈനയിൽ നിന്ന് ഇറാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ തരത്തിലുള്ള ചർച്ചകളും നടക്കുമെന്നാണ് ഈ രഹസ്യ ദൗത്യത്തിൻ്റെ ഭാഗമായി അറിയുന്നത്. അമേരിക്കൻ ബാങ്കിംഗ് സംവിധാനങ്ങളെ ബാധിക്കാത്ത രീതിയിൽ ചൈനയുമായി വ്യാപാരം തുടരാനുള്ള രഹസ്യമായ സാമ്പത്തിക മാർഗങ്ങളെക്കുറിച്ചും അരാക്ചിയും ചൈനീസ് അധികൃതരും തമ്മിൽ ചർച്ചകൾ നടന്നേക്കാമെന്നുള്ള സൂചനകളും പുറത്തു വരികയാണ്. അതായത് ട്രംപിൻ്റെ ചൈനീസ് സന്ദർശനത്തിന് മുമ്പ് അമേരിക്കയുടെ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ നയതന്ത്ര കവചമൊരുക്കലാണ് അരാക്ചിയുടെ സന്ദർശനത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. ട്രംപിനും UAEക്കും കനത്ത മുന്നറിയിപ്പും അരാക്ചി നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ചത്തെ സംഭവങ്ങൾ, അതായത് UAE കപ്പലിനെ ആക്രമിക്കേണ്ടി വന്ന സാഹചര്യം, അത് സൂചിപ്പിക്കുന്നത് ഈ പ്രതിസന്ധിക്ക് സൈനിക പരിഹാരമില്ല എന്നതാണെന്ന് അരാക്ചി പറയുന്നു. സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ അമേരിക്കയും UAEയും ഒരു വല്ലാത്ത ചതിപ്പിൽ അകപ്പെടരുത് എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ട്രംപിൻ്റെ പ്രോജക്റ്റ് ഫ്രീഡം ദൗത്യത്തെയും അരാക്ചി തള്ളുന്നു. പ്രോജക്റ്റ് ഫ്രീഡം എന്നാൽ പ്രോജക്റ്റ് ഡെഡ് ലോക്ക്, അതായത് സ്തംഭനാവസ്ഥയുടെ പദ്ധതിയാണെന്നാണ് അരാക്ചി എക്സിലൂടെ ട്രംപിന് മറുപടി നൽകിയിരിക്കുന്നത്. അതേസമയം എണ്ണക്കപ്പലുകൾക്ക് അകമ്പടി സേവിക്കുന്ന അമേരിക്കൻ കപ്പലുകളെ ആക്രമിച്ചാൽ ഇറാൻ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെടുമെന്നാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പ്. ദക്ഷിണ കൊറിയൻ ചരക്ക് കപ്പൽ ഉൾപ്പെടെയുള്ള കപ്പലുകളെ ഇറാൻ ആക്രമിച്ചെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിക്കുന്നു. മേഖലയിലെ US സൈനിക വിന്യാസം തുടരുകയാണെന്നും ട്രംപ് ഫോക്സ് ന്യൂസിനോട് പറയുന്നു. അതായത് ട്രൂത്ത് സോഷ്യലിൽ ഒന്ന് കുറിക്കുന്നു, പുറത്തിറങ്ങി ചാനലിൽ മറ്റൊന്ന് പറയുന്നു. അതാണ് ട്രംപിൻ്റെ കുറച്ച് കാലമായുള്ള രീതി. മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ ഉയർന്ന നിലവാരത്തിലുള്ള കൂടുതൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും ഇപ്പോൾ തങ്ങളുടെ പക്കലുണ്ട് എന്നും ട്രംപ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇതൊന്നും തങ്ങൾക്ക് പ്രശ്നമില്ലെന്ന നിലപാടാണ് ഇറാൻ തുടരുന്നത്.
അമേരിക്കയുടെ സൈനിക സാഹസികതയ്ക്കുള്ള മറുപടിയായിട്ട് മാത്രമാണ് UAE ആക്രമിച്ചതെന്നും ഇത് കരുതിക്കൂട്ടിയുള്ള, അതായത് നേരത്തെ പ്ലാൻ ചെയ്ത ആക്രമണമല്ലായിരുന്നു എന്നും ഇറാന്റെ സ്റ്റേറ്റ് ടെലിവിഷൻ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിലെ സാഹചര്യം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അസഹനീയമാണെന്ന് ഞങ്ങൾക്ക് അറിയാം, എന്നാൽ ഞങ്ങൾ ഇതുവരെ പ്രത്യാക്രമണം തുടങ്ങിയിട്ട് പോലും ഇല്ല എന്നാണ് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ കാലിബാഫ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറയുന്നത്. അതായത് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് എന്ത് തന്ത്രം പയറ്റിയാലും അതിന് മറുതന്ത്രം തങ്ങളുടെ കൈവശം ഉടൻ തന്നെ ഉണ്ട് എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. അതാണ് UAEക്കെതിരെ പുതിയ നീക്കത്തിലൂടെ ഇറാൻ കാണിച്ചു തരുന്നത്. എന്തായാലും ഹോർമൂസിലെ പുതിയ സാഹചര്യത്തിൽ കുരുക്കിലായിരിക്കുന്നത് UAE ആണെന്ന് പറയേണ്ടി വരും. ഇറാനെതിരെ തിരിച്ച് ആക്രമിക്കും എന്നൊക്കെ UAE പറയുന്നുണ്ടെങ്കിലും അതിന് അവർ മുതിരില്ല എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന സൂചന. കാരണം അങ്ങനെ ഒരു രീതി UAEക്കില്ല. പകരം ട്രംപിന്റെ ഫ്രീഡം പ്രോജക്റ്റിൽ നിന്ന് തന്ത്രപൂർവ്വം അകലം പാലിക്കാനാണ് UAE ഇപ്പോൾ ആലോചിക്കുന്നത് എന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ്. എന്തായാലും സമാധാന ചർച്ചകൾക്ക് തുരങ്കം വയ്ക്കുന്ന നടപടികളാണ് ഇപ്പോൾ ഹോർമൂസിൽ നടക്കുന്നത് എന്നതാണ് സത്യം. സമാധാനം അകലെയാണ് എന്നും പറയാം. ലോകത്തെ ഇന്ധന വില കുത്തനെ വർദ്ധിക്കുന്ന സാഹചര്യവും സംജാതമാവുകയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പെജിറ്റ് ആൻഡ് സ്റ്റോറീസ് വീഡിയോകൾ വാട്സപ്പിൽ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പിലോ വാട്സപ്പ് ചാനലിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.